ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ വന്നേക്കുന്നത് കോട്ടയത്തുള്ള നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മഞ്ഞ് പെയ്യുന്ന നമ്മുടെ ഒരു കള്ള് ഷാപ്പിലാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എപ്പോഴും വീഡിയോസിലൊക്കെ കാണുന്നതാണ് നമ്മുടെ ഷെഫ് നാളനണ്ണൻ്റെ അടുത്താണ്. ഹായ്, നല്ല അടിപൊളി സബ്സ്ക്രൈബറൊക്കെ ഉള്ളൊരു യൂട്യൂബറാണ് അല്ലേ? എല്ലാവരും പോളണ്ടിൽ നിന്നൊക്കെ വന്നിരിക്കുക അവിടെ. എങ്ങനെയുണ്ട് ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാക്കിയും അതിൻ്റെ ഫോട്ടോകളൊക്കെ തണുക്കുന്നുണ്ടോ? താങ്ക് യു. പണ്ട് തുടങ്ങി ഞാൻ കാണുന്നില്ല. പോളണ്ടിലാണ് ഞാൻ വന്നിട്ടുണ്ട്. വാർസോയിലുണ്ടായിരുന്നു. എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ട് കോട്ടയത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നമ്മുടെ ഷെഫ് അണ്ണൻ്റെ നാളൻ ഷെഫ് അണ്ണൻ്റെ ഈ ഒരു കള്ള് ഷാപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അത്ര അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണിത്. ഇവരുടെ ആ ഒരു കള്ള് ഷാപ്പിലേക്കുള്ളൊരു ആംബിയൻസ് തന്നെ കണ്ടോ, നല്ല ഓല മേഞ്ഞിട്ടുള്ള നല്ല സൂപ്പറാണ്. മഞ്ഞ് പെയ്യണ പോലെയാട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നല്ല മഞ്ഞിൻ്റെ ആ ഒരു ഫീലിങ്ങും അതുപോലെ നല്ലൊരു ചാറ്റൽ മഴയുടെ ഫീലിങ്ങൊക്കെ കൊണ്ട് നല്ല കുളിർമയായിട്ടിരുന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കള്ള് ഷാപ്പ് ആണ് കേട്ടോ നമ്മുടെ ഷെഫ് നാളനണ്ണൻ്റെ ഈ സ്പെഷ്യലായിട്ടുള്ള കള്ള് ഷാപ്പ്. എന്തായാലും മസ്റ്റായിട്ട് ഇവിടേക്ക് വരണം, മിസ്സാക്കരുത്. സൂപ്പർ ഫുഡാണ്, അടിപൊളി ഫീലിങ്ങും അടിപൊളി ആംബിയൻസും ആണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലി എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡ് തന്നെയാട്ടോ. നമ്മൾ മനസ്സിൽ എന്ത് പ്രതീക്ഷിക്കണോ അത് ഇവിടെ നിന്ന് കിട്ടിയിരിക്കും. ഇവരുടെ വരണ ഐറ്റംസ് കണ്ട, കപ്പയും അതുപോലെ ചെമ്പല്ലിയുടെ മീൻ വറുത്തതും പിന്നെന്താ പറയുക നല്ല ഞണ്ട് റോസ്റ്റും, എന്താ പറയുക പറയാൻ പറ്റണില്ല, അത്ര സൂപ്പറാണ്. പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെയുള്ള ആ കള്ളും കൂടി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, സൂപ്പറായിട്ടോ. നമ്മളതേ പോയിട്ട് ഇത്ര ഐറ്റംസാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. നല്ല ചെമ്പല്ലിയുടെ ഫിഷ് റോസ്റ്റ്, പിന്നെ എന്താ പറയുക ഞണ്ട്, കപ്പ, പാൽക്കപ്പ, കപ്പയുടെ കൂടെയുള്ള ആ ഒരു ചതച്ച മുളകിട്ടിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ ഇപ്പോഴും ഓർക്കുമ്പോൾ നാവിൽ വെള്ളം വരും, അത്ര സൂപ്പറാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പല്ലി, കരിമീൻ, ഞണ്ട്, പാൽക്കപ്പയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നതായി. എൻ്റെ പൊന്നെ എന്ത് കിഡു രുചിയാണെന്നറിയോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. ഇവിടുത്തെ ഫുഡ് കഴിച്ചതേ വയറ് ഫുള്ളാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ചെമ്പല്ലിയുടെ ഏറ്റവും സ്പെഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സാധനം കേട്ടോ, അത് ഈ ചെമ്പല്ലിയുടെ ഈ വെച്ചേക്കണ ഈ പൊരിച്ച് വെച്ചേക്കണ സാധനം സൂപ്പർ എന്ന് പറഞ്ഞാൽ 100% സൂപ്പർ, അത്ര സൂപ്പർ കിഡ് സാധനം തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് മീൽസ് മേടിച്ചിരുന്നു, കൊച്ചൊക്കെ ഉള്ള കാരണം കുറച്ച് മീൽസ്, അതിൻ്റെ കൂടെ അവരിട്ടാണ് കറി അതിലപ്പുറം. എൻ്റെ പൊന്നെ പറയാനേ വയ്യ. എന്തായാലും നമ്മുടെ വയറ് ഫുള്ളാക്കണം എന്ന് വിചാരിച്ച് വന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോട്ടയത്തുള്ളത് ഈ ഒരു കള്ള് ഷാപ്പിൽ കയറണം കേട്ടോ. പിന്നെ ഈ സംഭവമാണ് നമ്മുടെ പാൽക്കപ്പ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. സൂപ്പർ ഒന്നും പറയാനില്ല. പിന്നെ കൊച്ച് ഓർഡർ ചെയ്താണ് ഈ നൂഡിൽസ് പിന്നെ പറയണ്ടല്ലോ, നൂഡിൽസ് പിള്ളേരുടെ ഫേവറേറ്റ് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസാണ് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. ലൊക്കേഷനൊക്കെ നമ്മുടെ ഗൂഗിളിൽ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ലൊക്കേഷനൊന്നും എടുത്ത് പറയണില്ല. പിന്നെ കള്ളും നമ്മൾ ആ ഒരു ഉച്ച സമയത്താണ് കയറി വന്നതെന്നുണ്ടെങ്കിൽ സൂപ്പർ തന്നെയാണ്. കാരണം ഒക്കെ തിന്നീർത്തിട്ട് നമ്മൾ എനിക്ക് വരുള്ളൂ. അതിന് ഞങ്ങളുടെ തീറ്റ കണ്ടാൽ തന്നെ അറിയാൻ പാടില്ലേ, അത്രയും കിഡു തന്നെയായിരുന്നു അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഞങ്ങളുടെ വയറൊക്കെ നല്ല ഫുള്ളാക്കി ഞങ്ങൾ വളരെ സംതൃപ്തിയോടു കൂടി തന്നെയാണ് വന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഷെഫ് അണ്ണൻ്റെ ഈ കള്ള് ഷാപ്പിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസ് അതുപോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രയും അവരുടെ ആ ഒരു ഇത് വൈറലായിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടേക്ക് കയറാനൊരു ഭയങ്കര ഒരു കൊതി, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കണത്. കാരണം എന്തെങ്കിലും ഒക്കെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് കോട്ടയത്ത് വന്നവർ നമുക്ക് ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ കയറാൻ പറ്റുന്ന ഒരു സൂപ്പർ ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യണു. പിന്നെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുള്ളൊരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.